ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ ഒന്ന് മത്തി വറുത്ത് നോക്കിയതാണ് കേട്ടോ. മത്തി വറുത്തതും കൂട്ടാം, എന്നാൽ അതിൻ്റെ ഉള്ളിൽ കുറേ മസാലയൊക്കെ ഉള്ളത് കൊണ്ട് അത് കൂട്ടിയിട്ട് വേറെ കറിയൊന്നും ഇല്ല, വേറെ ചാറ് കറി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഈ മസാല കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ണുകയും ചെയ്യാം. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യമേ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ മീൻ വൃത്തിയാക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു വലിയ തക്കാളി, ഒരു ചെറിയ സവോള, 5-6 വെളുത്തുള്ളി, 1/2 ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ടങ്ങ് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ മീൻ വറുക്കുന്ന ആ ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതങ്ങ് തെറിക്കാൻ തുടങ്ങുമേ. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ അരപ്പിൻ്റെ അംശമൊക്കെ കാണുമല്ലോ, അതുകൊണ്ട് ഒരു ഇത്തിരി അല്പം മാത്രം മതി വെള്ളം ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒരു 1-2 മിനിറ്റ് നേരത്തെ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് വെച്ചേക്കുക. അതൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അത് തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അതിൽ വേറെ മസാലയൊന്നും പരട്ടിയിട്ടില്ല, ഉപ്പൊന്നും പരട്ടിയിട്ടില്ല കേട്ടോ. അപ്പം മീനിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ്. ഇനിയിപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയും നമുക്ക് ഓരോരുത്തർക്കും എരിവിന് ആവശ്യമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കാം. ചിലർക്കൊക്കെ ഒരുപാട് എരിവ് ഉള്ളതാണ് ഇഷ്ടം, ചിലർ അധികം എരിവ് കൂട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഇതൊരു 1-2 മിനിറ്റ് നേരത്തെ തന്നെ ഒന്ന് നമുക്ക് ഇളക്കി ഈ പൊടികളുടെയും കൂടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ പിടിച്ച് വരാനുള്ളതാണല്ലോ. എന്നിട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എനിക്കുണ്ടല്ലോ തീരെ പൊടിയായിട്ടുള്ള മത്തിയായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ നടുവേ അങ്ങ് വരഞ്ഞ് കീറാനൊന്നും പോയില്ല. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മത്തി എന്ന് പറയുമ്പം ചില നാടുകളിലൊക്കെ അതിന് ചാളാന്നും പറയും കേട്ടോ. ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നോർത്താൻ ഞാൻ ചാളാന്നും കൂടെ പറഞ്ഞത്. ഞങ്ങളിവിടെ ഇതിന് മത്തിന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു മസാലക്കൂട്ട് റെഡിയാക്കിയിട്ട് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ഞാൻ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അത് മൊരിഞ്ഞ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീ എങ്ങനെ കൂട്ടി വെക്കുന്നു കുറച്ച് വെക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഇത് മൊരിച്ചെടുക്കണ ആ ഒരു രീതിയിൽ വ്യത്യാസം ഉണ്ടല്ലോ. ചിലർക്കങ്ങ് നല്ല പോലെ മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. പിന്നെ ചില ആൾക്കാർക്ക് ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകുന്നത് ഇഷ്ടമല്ലായിരിക്കാം. പിന്നെ ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകുന്നത് ഹെൽത്തിന് നല്ലതല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്തായാലും നമുക്കിത് മുഴുവൻ മറിച്ചിട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് അടുത്ത സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. അടുത്ത സൈഡും മൊരിഞ്ഞ് കഴിയുമ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിതുണ്ടല്ലോ ഒരുപാട് വല്ലാതെ അങ്ങ് ഡ്രൈ ആക്കി മൊരിച്ച് അങ്ങ് എടുത്തിട്ടില്ല. കുറച്ചൊരു സോഫ്റ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം മത്തി വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ മസാല ഉണ്ടല്ലോ ഒരുപാട് വല്ലാതെ അങ്ങ് മൊരിക്കാതെ എടുക്കുമ്പം ഇതിൻ്റെ നമുക്ക് മസാലയും കൂടെ കൂട്ടിയിട്ട് ചോറുണ്ണാനൊക്കെ പറ്റും. ഇങ്ങനെ ഒരു മസാലയാക്കി എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു വെറൈറ്റി രുചി. സാധാരണ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെയും കൂടെ ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി വെച്ചിട്ടാണ് സാധാരണ മീൻ വറുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു വെറൈറ്റി ടേസ്റ്റും പിന്നെ ചോറുണ്ണാനൊക്കെ ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടി ചോറുണ്ണാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ.